നമസ്കാരം. എല്ലാവർക്കും ആനന്ദസായി പട്ടാഴി എന്ന യൂട്യൂബ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് നിവേദ്യം എന്ന സിനിമയിലെ ശ്വേതാ മോഹനും വിജയ് യേശുദാസും പാടിയ കോലക്കുഴൽ വിളി കേട്ടോ എന്ന സിനിമാ ഗാനത്തിന്റെ തബല നോട്ട്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളെല്ലാം കാണുക. ഇതിനു മുൻപും കുറെ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കാണുക. അതേപോലെ നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ പാട്ടിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ താളമാണ്. ഇതൊരു തീൻ താൾ ബേസ് ചെയ്തിട്ടുള്ള ഇതിലാണ് നമുക്ക് ഈ പാട്ട് വായിക്കേണ്ടത്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ വായിക്കുന്നത് സിയുടെ തബലയ്ക്കാണ് നമ്മൾ വായിക്കുന്നത്. സി എന്ന് പറയുമ്പോൾ ഒരു ഘട്ട ശ്രുതിക്കാണ് ഇപ്പോൾ ഞാനിവിടെ വായിക്കുന്നത് സി. നമുക്ക് ഈ പാട്ടിന്റെ നോട്ട്സ് നോക്കാം. നമുക്ക് ഈ നോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആദ്യം BGM ആണ് വരുന്നത്. ആ BGM ഭാഗത്തു നിന്നാണ് നമ്മൾ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ BGM ഭാഗത്ത് നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റോപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ അങ്ങ് വായിച്ചു പോവുകയാണ്. പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് ആ BGM ഭാഗത്ത് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യേണ്ട നോട്ട് എന്ന് പറയുന്നത് ധാ ദിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ, ധാ ദിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ എന്നൊരു നോട്ടാണ് നമുക്ക് കണ്ടിന്യൂസ് വായിച്ചു പോകുന്നത്. ധാ ദിൻ ധാത്തിൻ നാത്തിൻ ധാത്തിൻ. ധ എന്ന് പറയുന്നത് മിഡിൽ ഫിംഗർ ആണ് ഡഗ വായിക്കേണ്ടത്. ധ, നെക്സ്റ്റ് ധിൻ ദ ഇൻഡെക്സ് മിഡില്, ധാ ദിൻ ധ തിൻ ന തിൻ, അത് കഴിഞ്ഞിട്ട് ധ മിഡില്, ധ തിൻ. ഇങ്ങനെയാണ് ആ നോട്ട് പോകുന്നത്. നമുക്ക് പാട്ടിനൊപ്പം ആ സ്പീഡിൽ വായിക്കുമ്പോൾ കോലക്കുഴൽ വിളി കേട്ടോ എന്നാണ് നമുക്ക് ആ ഒരു സ്പീഡിലാണ് നമുക്ക് വായിക്കേണ്ടത്. അങ്ങനെ വായിച്ച് നമുക്ക് ധാതിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ അവസാനം ഒരു നിർത്തുമ്പോൾ ഒരു നായും കൂടെ ചേർത്ത് നമുക്ക് നിർത്താം. ധാതിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ നാ എന്ന് വായിച്ച് നമുക്ക് അവസാനം നിർത്താം. അങ്ങനെ നമ്മൾ ധാതിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ എന്നിങ്ങനെ കണ്ടിന്യൂസ് വായിച്ച് വന്നിട്ട് നമുക്ക് സാൻസ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും വായിക്കുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ആ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നനക്കിട്ട് എന്നൊരു നോട്ടും കൂടെ ചേർത്തിട്ടാണ് ധാതിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ എന്ന നോട്ട് പിന്നെയും വായിച്ചു പോകുന്നത്. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ആദ്യം പാട്ട് നല്ലപോലെ കേൾക്കണം. എന്നിട്ട് എവിടെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പാട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് നല്ല സ്പീഡായിട്ട് പോകുന്ന ഒരു പാട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ ആ രണ്ടാമത്തെ റിപ്പീറ്റില് നനക്കിട്ട് എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ധാതിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ എന്ന നോട്ട് കണ്ടിന്യൂസ് അവിടെ വായിച്ചു പോവുകയാണ്. ധാതിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ എന്ന നോട്ട് അവിടെ കണ്ടിന്യൂസ് വായിച്ച് നമുക്ക് ഈ ഒരു സ്റ്റാൻസ അവിടെ എൻഡ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നത് BGM ആണ്. BGM സ്റ്റാർട്ട് ചെയ്യേണ്ട തബല സ്റ്റാർട്ട് ചെയ്യേണ്ട ഭാഗത്ത് നമ്മുടെ ഈ സെയിം നോട്ട് തന്നെ ധാതിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ എന്ന ഈ സെയിം നോട്ട് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് അത് BGM-ഉം നമുക്ക് ഇങ്ങനെ തന്നെ വായിച്ച് തീർക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് സ്റ്റാൻസയാണ്. സെക്കൻഡ് സ്റ്റാൻസ ലൈൻ എന്ന് പറയുന്നത് ആൺകുയിലേ നീ പാടുമ്പോൾ എന്ന ഒരു ലൈനാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് വായിക്കുമ്പോഴും ഇതേ സെയിം നോട്ട് തന്നെയാണ് പോകുന്നത്. ധാതിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ എന്ന കണ്ടിന്യൂസ് ഈ സെയിം നോട്ട് തന്നെ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റാൻസറിലെ ഒരു ലൈനാണ്. നെക്സ്റ്റ് വരുന്ന ലൈനാണ് അറിഞ്ഞുവോ വനമാലേ എന്നുള്ള ഒരു ലൈൻ വരുന്നുണ്ട്. ആ ഭാഗം വരുമ്പോൾ നമുക്ക് നോട്ട് ചേഞ്ച് ആവുന്നുണ്ട്. ഈ ഒരു നോട്ട് മാറി വേറൊരു നോട്ടാണ് വായിക്കുന്നത്. ആ അറിഞ്ഞുവോ വനമാലേ എന്നുള്ള ലൈൻ നമുക്ക് വായിക്കാനുള്ള നോട്ട് എന്ന് പറയുന്നത് ധിന്നന തിന്ന തിന്ന ധിന്ന, ധിന്നന തിന്ന തിന്ന ധിന്ന, ധിന്നന തിന്ന തിന്നന ധിന്ന. ധിൻ എന്നുള്ളത് ഇൻഡെക്സ് മിഡില്, ധിൻ നന്ന തിൻ ന തിൻ ന ധിൻ മിഡില്, ധിൻ ന ധിന്നന തിന്ന തിന്ന. മിഡില് വരുമ്പോ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ദാദിൻ ദാത്തിൻ നത്തിൻ ദാത്തിൻ എന്ന് വായിച്ചു വരികയാണ്. വായിച്ചു വന്നിട്ട്
അറിഞ്ഞുവോ വനമാല എന്നുള്ള ഭാഗം വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ലൈൻ ഇവിടെ കണ്ടിന്യൂസ് വായിച്ചിട്ട് നെക്സ്റ്റ് ലൈൻ വരുന്നുണ്ട്, വൃന്ദാവനം രാഗ എന്നുള്ള ലൈൻ വരുന്നുണ്ട്. വൃന്ദാവനം രാഗ എന്നുള്ള ലൈൻ വരുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ധാതിൻ ധാത്തിൻ നാത്തിൻ ധാത്തിൻ എന്ന് ചേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യമേ ആ ഒരു സെക്കൻഡ് സ്റ്റാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൺകുയിലെ എന്നുള്ള ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ വായിക്കുന്നത് എന്താണ്, ധാതിൻ ധാത്തിൻ നാത്തിൻ ധാത്തിൻ എന്ന ആ ഒരു നോട്ടാണ് നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു നോട്ടാണ് അവിടെ വായിച്ചു വരുന്നത്. എന്നാൽ അറിഞ്ഞുവോ വനമാല എന്നുള്ള ലൈൻ നമുക്ക് ചേഞ്ച് ആയിട്ട് എന്ത് വായിക്കുന്നു, ധിന്നന തിന്ന 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 എന്ന ആ ഒരു ലൈൻ നമ്മൾ നോട്ട് ഇങ്ങനെ വായിച്ചു വന്നിട്ട് വൃന്ദാവനം രാഗ എന്നുള്ള ഭാഗം കയറുമ്പോൾ നമുക്ക് പഴയ പഠിച്ച ധാതിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ എന്ന സെയിം ആണ് അവിടെ വായിക്കുന്നത്. വൃന്ദാവനം രാഗ സാന്ദ്രമായി യമുനെ നീ ഉണരൂ എന്നുള്ള ആ ലാസ്റ്റ് വരെ നമുക്ക് ധാതിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ അങ്ങനെ കണ്ടിന്യൂസ് വായിച്ചു വന്നിട്ട് വൃന്ദാവനം രാഗസാന്ദ്രമായി യമുനെ നീ ഉണരൂ എന്നുള്ള ഭാഗത്ത് ആ എൻഡില് ആ കോലക്കുഴൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നനക്കിട്ട് വായിച്ചിട്ടാണ് പിന്നെ കോലക്കുഴൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ധാതിൻ ധാത്തിൻ എന്ന കണ്ടിന്യൂസ് വായിച്ചു പോകുന്നത്. പാട്ട് കേൾക്കുമ്പോൾ അറിയാം, നനക്കിട്ട് കോലക്കുഴൽ മുന്നേ അങ്ങനെ വായിച്ചിട്ടാണ് ധാതിൻ ധാത്തിൻ നാത്തിൻ ധാത്തിൻ എന്ന നോട്ട് അവിടെ വായിച്ചു പോകുന്നത്. സ്റ്റാൻസ ഒന്നുകൂടെ പറയാം. സെക്കൻഡ് സ്റ്റാൻസ ലൈൻ ആൺകുയിലെ നീ എന്നുള്ള ലൈനാണ് വരുന്നത്. അവിടെ നമുക്ക് വായിക്കേണ്ടത് നേരത്തെ പഠിച്ച അതേ നോട്ട് തന്നെയാണ്, ധാതിൻ ധാത്തിൻ നാത്തിൻ ധാത്തിൻ എന്ന സെയിം നോട്ട് തന്നെയാണ് അവിടെ വായിക്കുന്നത്. അങ്ങനെ വായിച്ചു വന്നിട്ട് അറിഞ്ഞുവോ വനമാല എന്നുള്ള ലൈൻ വരുമ്പോൾ ചേഞ്ച് ആയി ധിന്നന തിന്ന തിന്ന ധിന്ന എന്ന ആ നോട്ട് വായിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വരുന്ന വൃന്ദാവനം രാഗ എന്നുള്ള ലൈൻ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ധാതിൻ ധാത്തിൻ നാത്തിൻ ധാത്തിൻ എന്ന സെയിം നോട്ട് തന്നെ വായിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ അവസാനം നമ്മൾ നെക്സ്റ്റ് കോലക്കുഴൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നനത്തിട്ട് ചേർത്ത് വായിച്ചിട്ടാണ് ധാതിൻ ധാത്തിൻ എന്നുള്ള കോലക്കുഴൽ എന്ന ലൈൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസ നമുക്ക് എൻഡ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ് വരുന്നത് തേർഡ് സ്റ്റാൻസയാണ്. തേർഡ് സ്റ്റാൻസ ലൈൻ എന്ന് പറയുന്നത് നീ ഒരു കാറ്റായി പുണരുമ്പോൾ എന്ന ലൈനാണ് വരുന്നത്. അവിടെയും നമ്മൾ സെക്കൻഡ് സ്റ്റാൻസയിൽ പഠിച്ച അതേ സെയിം നോട്ട് തന്നെയാണ് അവിടെയും വായിക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻസ നന്നായി പഠിക്കുക, അവിടെയും നമുക്ക് നന്നായി വായിക്കാൻ സാധിക്കും തേർഡ് സ്റ്റാൻസയിലും. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ വായിച്ചു വന്നിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ ഈ പാട്ട് നമ്മൾ നിർത്തുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ തിഹായി വായിച്ച് നിർത്തുന്നുണ്ട്. ഇനി ആ തിഹായിയാണ് പഠിക്കാനുള്ളത്. അവിടെ വായിക്കേണ്ട തിഹായി എന്ന് പറയുന്നത് നമ്മൾ ധാതിൻ ധാത്തിൻ നത്തിൻ ധാത്തിൻ ഇങ്ങനെ കണ്ടിന്യൂസ് വായിച്ചു വന്നിട്ട് അവസാനം ധാതിൻ നനക്കിട്ട് ധാ ധാതിൻ നനക്കിട്ട് ധ എന്ന തിഹായിയാണ് വായിക്കേണ്ടത്. ധാതിൻ നനക്കിട്ടിന് പകരം ധാതിൻ നനത്തിട്ട് എന്നും വായിക്കാം. ധാതിൻ നനകിട്ട് എന്നും വായിക്കാം. നമുക്ക് ഏതാണ് വായിക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ വായിക്കാം. അപ്പൊ ധാതിൻ നനക്കിട്ട് എന്ന് വായിച്ചാണ് നിർത്തുന്നത്. ധാതിൻ നനത്തിട്ട് വായിക്കുമ്പോ ധാതിൻ നനത്തിട്ട് ധാതിൻ നനത്തിട്ട് എന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കയ്യിൽ വരുന്ന രീതിയിൽ വായിക്കുക. ഇത്രയും ഉള്ള ഈ തബല നോട്ട്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. അത് പ്രാക്ടീസ് ചെയ്ത് സ്പീഡാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.